ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു ഇട്ട് വെച്ച മാങ്ങാക്കറിയാണ്. അതായത് മുളക് കഷം എന്ന് പറയും. ഇന്നത്തെ റെസിപ്പി ഇതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ചക്കക്കുരു ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കുക. ഇതിൻ്റെ ബ്രൗൺ കളറൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല. ഇത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഇത് ഇങ്ങനെ ഞുറുക്കിയെടുക്കുക. അതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഉപ്പുപൊടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഇതൊന്ന് ഓണാക്കി കൊടുക്കുക, സ്റ്റൗ ഓണാക്കി കൊടുക്കുക. ശേഷം നമ്മളിത് മൂടി വെച്ചൊന്ന് വേവിക്കണം. മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 8 വിസിൽ, എനിക്ക് നല്ലതായിട്ടൊന്ന് വെന്ത് വരണം, അത് കാരണം ഞാനൊരു 8 വിസിൽ അടിക്കുന്നുണ്ട് ഇതിനകത്ത്. അടുത്തതായിട്ട് ഞാൻ മാങ്ങ ഇങ്ങനെയാണ് നുറുക്കിയെടുത്തിരിക്കുന്നത്. ചെറുത് കഷ്ണമായിട്ട് നമ്മൾ നുറുക്കിയെടുക്കുക. ഇത് ഒരു മാങ്ങയുടെ ഹാഫേ ഉള്ളൂ. എനിക്ക് പുളി അധികം വേണ്ടാത്ത കാരണം ഒരു മാങ്ങയുടെ ഹാഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളാണ്. ഇത് ഒരു 2 പിടി തേങ്ങയുള്ളൂ. 2 പിടി തേങ്ങ നമ്മൾ ജാറിലേക്ക് ഇടാം. ഒരു തേങ്ങയുടെ ഹാഫോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻ്റ് എടുക്കേണ്ടി വരും. അത് ചക്കക്കുരുവിൻ്റെ അളവ് കൂട്ടേണ്ടി വരും. അപ്പോൾ ഞാനിത് ഒരു തേങ്ങയുടെ മുഴുവൻ എടുത്തിട്ടില്ല, ഹാഫ് എടുത്തിട്ടുള്ളൂ. 2 പിടി, 2-2.5 പിടി. അത് കഴിഞ്ഞിട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇടേണ്ടതെന്ന് വെച്ചാൽ ജീരകം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത്രയും ശകലം ജീരകം. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഒത്തിരി വേണ്ട, ഹാഫ് മതി, ശകലം മതി, ഹാഫ് മതി. അത് കഴിഞ്ഞിട്ട് മുളക് നമ്മുടെ എരിവിനനുസരിച്ച് വേണം മുളക് ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ഇടുന്നുണ്ട്. അവരവരുടെ എരിവിനനുസരിച്ച് വേണം. 2-2.25 ടീസ്പൂൺ, ഇത്രയും മതി. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇനി അടുത്ത് ഇത് അരയ്ക്കാന്ന് വെച്ചാൽ അങ്ങനെ ഫൈനായിട്ട് അരയരുത്, കുറച്ച് തരി വേണം അരയ്ക്കുമ്പോൾ. കണ്ടോ, ഇതുമാതിരി കുറച്ച് തരി വേണം, നന്നായിട്ടങ്ങ് അരച്ചെടുക്കരുത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളിനിയിപ്പോൾ കുക്കർ തുറന്നു നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടയ്ക്കണമെങ്കിൽ ഉടച്ചാൽ മതി കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്. അതൊക്കെ ഈ ചക്കക്കുരുവായിട്ട് എടുത്ത് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പോൾ ഉടയ്ക്കണമെന്ന് നിർബന്ധമില്ല. എനിക്കിപ്പോൾ ഉടച്ചിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ കുറച്ച് കട്ടി വരും. അല്ലെങ്കിൽ കുറച്ച് പീസ് എടുത്ത് മാറ്റി അങ്ങനെ ഉടയ്ക്കാം. എന്നിട്ട് കുറച്ച് പീസ് അതിനകത്ത് ഇട്ടേക്കാം. എനിക്കിങ്ങനെ ഉടച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് അല്ലേ, നന്നായിട്ടൊന്ന് ഉടച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് മാങ്ങ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ മാങ്ങ ഇട്ട് കൊടുക്കും. മാങ്ങ ഇട്ടു. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റൗ കത്തിക്കുക. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഈ മാങ്ങ ഒന്ന് തിളയ്ക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. മാങ്ങ ഒന്ന് വേവിക്കണം. അധികം വെന്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മാങ്ങയൊക്കെ എടുത്ത് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അധികം അങ്ങനെ വേവിക്കണ്ട, ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങ നമുക്ക് അധികം അങ്ങ് വെന്ത് ഉടയണ്ട, കുറച്ച് മാങ്ങ എടുത്ത് കഴിക്കണമല്ലോ. അങ്ങനെ നന്നായിട്ട് വെന്ത് ഉടയണം എന്നുള്ളവർക്ക് നന്നായിട്ടൊന്ന് വേവിക്കാം. ഞാനധികം വേവിക്കുന്നില്ല, കാരണം അരപ്പും കൂടി ഇടുമ്പോഴത്തേനും മാങ്ങ നന്നായിട്ട് വെന്തോളും. അപ്പോൾ ഇനി അടുത്തത് ഞാൻ അരപ്പിടാൻ പോവാണ്. മാങ്ങ ഒരുവിധം വന്നിട്ടുണ്ട്. ഇനി അരപ്പിടാൻ പോവാണ്.
അരപ്പിട്ട് കൊടുക്കാം. തിളപ്പിക്കുക ഒന്നുകൂടി. നന്നായിട്ടാണ് തിളപ്പിക്കുന്നത് കേട്ടോ. നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളപ്പിച്ച് വറ്റിക്കണം. കുറച്ച് വറ്റിച്ചെടുക്കുക. പിന്നെ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായിട്ട് പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേവിക്കണമെങ്കിൽ നമുക്ക് വേവിക്കാം. മാങ്ങ നമ്മൾ പുളിക്കനുസരിച്ച് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള മാങ്ങ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇടണം. അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വെച്ചിട്ട് അടുത്ത കടുക് വറുക്കാനുള്ളതാണ്. പാന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ വേണം ഇനി യൂസ് ചെയ്യാൻ. വേറെ എണ്ണയും യൂസ് ചെയ്യാൻ പാടില്ല. വെളിച്ചെണ്ണ വേണം യൂസ് ചെയ്യാൻ. എന്നാലേ ആ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടുള്ളൂ. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ, കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടുമ്പോഴത്തേനും കടുക്. അധികം പൊട്ടാൻ നിൽക്കണ്ട, കാരണം അത് കരിഞ്ഞു പോവും. അതിനായിട്ട് കടുകിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊട്ടാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഉലുവ കരിഞ്ഞു പോവും. അതിന് ശേഷം കടുക് ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട്. അതിന് ശേഷം മുളക്, അതിന് ശേഷം കറിവേപ്പില. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ് ഇതിലേക്ക്. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാക്കി നോക്കുക എല്ലാവരും. അതിനുശേഷം നിങ്ങൾ അഭിപ്രായം പറയുക. പിന്നെ എൻ്റെ ചാനലിന് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ. ഇനി അടുത്ത റെസിപ്പിയായി കാണാം.